നമസ്കാരം. ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങളെ മൂന്നായി തന്നെ തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ദേവഗണ നക്ഷത്രങ്ങളാകുന്നു, രണ്ടാമത്തേത് അസുരഗണ നക്ഷത്രങ്ങളും മൂന്നാമത്തേത് മനുഷ്യഗണ നക്ഷത്രങ്ങളുമാകുന്നു. ഇത്തരത്തിൽ ഈ മൂന്ന് വിഭാഗങ്ങളിൽ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ചില രഹസ്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. മനുഷ്യഗണത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ അവരുടെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അവരുടെ ഭാവി ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും വന്നു ചേരേണ്ട ചില കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു. മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരുടെ രഹസ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അഭിമാനികളാണ് പൊതുവെ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നതായ ഒരു കാര്യങ്ങളും ഇവർ അനുവദിക്കുന്നതല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നവരോ അവരുമായി ഭാവിയിൽ സഹകരിക്കുന്നവരോ അല്ല മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. അഭിമാനികൾ തന്നെയാണ് മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അല്പം നോട്ടം കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രത്യേകതയായി പരാമർശിക്കുന്നത് സമ്പാദ്യശീലം ഉള്ളവരാണ് എന്നതാകുന്നു. പലപ്പോഴും പലവിധ സാമ്പത്തികപരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും ലഭിക്കുന്നതായ പണത്തിൽ ഒരല്പം പണമെങ്കിലും സമ്പാദ്യത്തിനായി മാറ്റിവെക്കുകയോ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. പലപ്പോഴും ഇവരുടെ സമ്പാദ്യശീലം പല അവസരങ്ങളിലും കുടുംബത്തിനോ അല്ലെങ്കിൽ ഇവർക്കോ താങ്ങായി മാറാറുണ്ട് എന്നതും വാസ്തവമാകുന്നു. സമ്പാദ്യശീലം ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. സാമ്പത്തികപരമായി പലപ്പോഴും ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി ഇവർ പല കാര്യങ്ങളും ചെയ്യുകയും അതിവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വിജയത്തിലെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. എന്നാൽ ഇവർക്ക് പലപ്പോഴും കഴിവുണ്ടാവുകയും ആ കഴിവ് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാകുന്നു. പലപ്പോഴും ഇവരുടെ കഴിവ് മറ്റുള്ളവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. അതിനാൽ കഴിവ് ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് പ്രദർശിപ്പിക്കുകയോ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ. അധ്വാനിച്ച് നേരായ വഴിയിലൂടെ ഇവർക്ക് ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നവരാണ്. അഥവാ നേരായ വഴിയിലൂടെ പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ വളഞ്ഞ വഴികൾ ഇവർക്ക് പലപ്പോഴും ആവശ്യമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇവർ മനസ്സിലാക്കുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയുമാണ് എങ്കിൽ അത് ഭാവി ജീവിതത്തിൽ ഇവർക്ക് വളരെ ഗുണകരമായി മാറും. വിയർപ്പിന്റെ വില അറിയാവുന്നവരാണ് എന്നതും മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ ഇവർക്ക് ലഭിക്കുന്നതായ ആ ധനം, അല്ലെങ്കിൽ ഇവർക്ക് കഷ്ടപ്പെട്ട് ലഭിക്കുന്നതായ ഏത് കാര്യമാണോ ആ കാര്യം ഇവർക്ക് ശരിയായ രീതിയിൽ തന്നെ സൂക്ഷിക്കുവാനും കൈകളിൽ അതവരുടെ ശരിയായ രീതിയിൽ തന്നെ ഭദ്രമായി വയ്ക്കുവാനും സാധിക്കുന്നവരാണ്. ധനമാണ് എങ്കിലും, പ്രശസ്തിയാണ് എങ്കിലും അതിവർക്ക് അതിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന തോന്നൽ പലപ്പോഴും ഇവരുടെ മനസ്സിൽ ഉള്ളവരാകുന്നു. അതിനാൽ പലപ്പോഴും ഇവർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാൻ വളരെയധികം താല്പര്യമുള്ളവരാകുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറി ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ലക്ഷ്യത്തിന് വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം, അതെനിക്ക് നേടണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നു. അത് ധനമാണ് എങ്കിലും, വിദ്യയാണ് എങ്കിലും,
അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാകുന്നു. അതിനാൽ ഇവർ അത്തരം കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ആഘോഷപൂർവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് എന്ന് പറയാം. പലപ്പോഴും ഇവർക്ക് ജീവിതം ആഘോഷപൂർണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. ഇവർ അത്തരം കാര്യങ്ങൾക്കായി കൂടുതൽ ധനം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യുകയോ മനസ്സിന് ആഗ്രഹിച്ചതായ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ പലപ്പോഴും ഇവർക്ക് ഇത്തരത്തിൽ സാധിക്കാത്തതായ അവസ്ഥയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഘോഷപൂർണമായി തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അത് പരാജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ പലവിധ വിഷമങ്ങൾ ഇവർ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ പലപ്പോഴും ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് വരാതിരിക്കുകയും അതിവർക്ക് വിഷമങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾ കൂടിയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തകർന്നു പോകുന്നതായ അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഒന്ന് തീർന്നാൽ മറ്റൊന്ന് എന്ന രീതിയിൽ കൃത്യങ്ങളും കർത്തവ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവർ ആഗ്രഹിക്കുന്നതായ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു ചേരും അഥവാ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിലേക്ക് ലക്ഷ്യങ്ങൾ മാറുകയും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് ശേഷം മറ്റൊരു ലക്ഷ്യത്തെ പിന്തുടരുകയോ അല്ലെങ്കിൽ മറ്റ് കർത്തവ്യങ്ങൾ മറ്റുള്ളവർ നൽകിയിരിക്കുന്നതായ ആ കർത്തവ്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഒരിക്കലും അലക്ഷ്യമായി ഒരു കാര്യവും ചെയ്യില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മനഃപൂർവ്വം ഇവർ ചെയ്യുന്നതല്ല. എന്നാൽ അറിയാതെ അത്തരത്തിൽ സംഭവിച്ചു പോകുന്നു എങ്കിൽ പോലും അത് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമല്ല. ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും വന്നു ചേരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് പല അവസരങ്ങളിലും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേരിടേണ്ടതായി വരാം. അത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളാകാം. അവരിൽ നിന്നും പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടെ ഒരു വ്യക്തിയെ സഹായിക്കുകയും അവരിൽ നിന്നും തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തകർന്നു പോകുന്നതായ അവസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പലപ്പോഴും പല കാര്യങ്ങളിലും അപകട സാധ്യത വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ഏത് കാര്യത്തിലും ഇറങ്ങുന്നതിന് മുൻപ് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ ചില വിഷമങ്ങൾ അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും വന്ന് ചേരുവാനോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഭാവിയിൽ വന്നു ചേരാൻ പോകുന്ന ആ ഫലങ്ങളെക്കുറിച്ചും വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക.